പുറത്ത് നല്ല മഴയാണ്. നമ്മൾ ഈ സമയത്ത് ഈ ഒരു ബത്തൽ മീൻ കേട്ടോ നമ്മൾ കൊണ്ടെടുക്കണ ഒരു പാവപ്പെട്ടൊരു പൂച്ചക്കാണ്. പാവപ്പെട്ട പൂച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും നല്ല സ്നേഹമുള്ള ആരും വികൃതിയൊന്നും കാണിക്കാത്ത നല്ല പൂച്ചയാണ്. പക്ഷെ ഈ പൂച്ച നായ അതിനെ ആക്രമിച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് എണീക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ കുറച്ച് മുന്നേ ആയിട്ടുള്ള ഇവിടെ എത്തിയിട്ട് അപ്പോൾ കണ്ടപ്പോൾ ഇതിന് പാവം തോന്നി. ആരും ഇതിന് ഫുഡൊന്നും കൊടുക്കുന്നില്ല തോന്നുന്നു. കാരണം നായൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും പേയോ മറ്റെന്തെങ്കിലുമൊക്കെ വിഷബാധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം കൂടെയാണ്. അപ്പോൾ നമ്മളതിനൊരു വീട്ടിലുള്ളൊരു ബത്തൽ മീൻ ഇട്ട് കൊടുത്തപ്പോൾ അത് ആർത്തിയോടുകൂടി തിന്നുകയാണ്. പാവം അതിനൊന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ കാലിലും കയ്യിലൊക്കെ ഒന്നായിട്ട് വലിയ മുറിവാണ്. ഞാൻ ആ ചെറിയ മീൻ കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് കഴിച്ചിട്ടോ. ഞാൻ വിചാരിച്ചത് കഴിക്കൂലെന്നായിരുന്നു. കാരണം അത്രക്കും വലിയൊരു പരിക്കതിന് പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയൊരു മീൻ എടുത്തിട്ട് പോവാണ്. പാവം സംഭവം ഇങ്ങനെ വലിയ മുറിവ് പറ്റുമ്പോഴേ, പ്രത്യേകിച്ച് നായൊക്കെ കടിക്കുമ്പോൾ പേയൊക്കെ ഉള്ള നായാണെന്നൊക്കെ പേടിച്ചിട്ട് ആരും ഒന്നും കൊടുക്കൂല. എന്താ അതിനെ ചെയ്യേണ്ടത് നമുക്കറിയില്ല. നമ്മൾ ജസ്റ്റ് അതിനുള്ളൊരു ഫുഡെങ്കിലും കൊടുക്കാമെന്ന് കരുതുകയാണ്. ഇതിനെങ്ങനെ റെസ്ക്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് പ്രത്യേക ആളുകളൊക്കെ വന്ന് അതിനെ കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അവർക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ചികിത്സിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. അതിനുള്ള സൗകര്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ജീവികൾ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് ചുറ്റുപാടുമുള്ള നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഈ ഭൂമിയിൽ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഭൂമി ഇത്ര സുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒന്ന് അതിനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പൂച്ച എഴുന്നേറ്റ് നിൽക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ കാലിൽ ഈച്ച വരുന്നിട്ട് ആകെ പുഴുക്കളൊക്കെ വരാനുള്ള സാഹചര്യത്തിലേക്കാണ് അത് പോകുന്നത്. ആ മീൻ കുറച്ച് ആ പൂച്ച നിൽക്കുന്നതിൽ നിന്നും കുറച്ച് ദൂരത്തായത് കാരണത്താൽ ആ മീൻ പോലും എടുക്കാൻ അതിന് പറ്റുന്നില്ല. ആ ഒരു കാല് എത്രത്തോളം വേദനിക്കുന്നുണ്ട്. അതൊന്ന് ആ ഒരു നിലത്ത് ടച്ച് ചെയ്യിക്കാൻ പോലും ആ പൂച്ചക്ക് പറ്റുന്നില്ല. കണ്ണിൽ നിന്നൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ സങ്കടം തോന്നിയിട്ടുള്ള ഒരു സമയമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങനെ ഇതിനെ സംരക്ഷിക്കുന്നൊക്കെ ഐഡിയ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും മറക്കരുത്. ആ മീൻ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഒരു പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വെച്ചു. പക്ഷേ അത് കഴിക്കുന്നില്ല. നേരത്തെ മീൻ കൊടുത്തപ്പോൾ ഒന്നുകിൽ വിശപ്പ് മാറിയിട്ടുണ്ടാകും. അതിനെ കൂടുതൽ നേരം കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അത്രക്കും ദയനീയമായിട്ടുള്ള നിലയിലാണ്